അസ്സലാമു അലൈക്കും. ബഷീർ ഉസ്താദേ, നമ്മള് മുബ്തദിയോ ഫാസിക്ക് ഇവരൊക്കെ മരിച്ചാൽ മറ്റു മുസ്ലിങ്ങളുടെ പേര് കടമയാണല്ലോ. പിന്നെ എല്ലാ മുസ്ലിങ്ങളും മരിച്ചു പോയാൽ ചെയ്യുന്നത് പോലെ കർമ്മങ്ങൾ ചെയ്യല്, അവരെ കഫൻ ചെയ്യല്, മുസ്ലിങ്ങൾ മറമാടുന്ന സ്ഥലത്ത് മറമാടല്. അതുപോലെ മുസ്ലിമെന്ന നാമധാരി നാട്ടിൽ മുസ്ലിമാണെന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം സ്വർഗത്തെയും പരലോകത്തെയും ഖുർആനെയൊക്കെ അവഹേളിച്ച് തള്ളിപ്പറഞ്ഞ ഒരാൾ, അദ്ദേഹം മരിച്ചാലും ഇതുപോലെയുള്ള നിബന്ധനയുണ്ടോ? മറ്റു മുസ്ലിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? മുസ്ലിങ്ങളെ മറമാടുന്ന സ്ഥലത്ത് മറവ് ചെയ്യലും അതുപോലെ മുസ്ലിങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യല് അതൊന്ന് വിശദീകരിച്ചെന്നാൽ പോയിരുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നരകം, സ്വർഗം തുടങ്ങി പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവരാണ്. മുർത്തദ് എന്നാണ് അവർക്ക് പറയുക. അത്തരക്കാരായ ആളുകൾ മുർത്തദ്, അതുപോലെ കാഫറുകൾ, ഇവരുടെ മേൽ നിസ്കരിക്കൽ ഹറാമാണ്. എന്നാൽ അവരെ കുളിപ്പിക്കൽ നമ്മുടെ മേൽ നിർബന്ധമില്ല. നേരെ മറിച്ച് സിമ്മിയായ ഇസ്ലാമിക രാജ്യത്ത് നീതി നൽകി ജീവിക്കുന്ന സിമ്മിയായ കാഫിർ, അതുപോലെ മുസ്ലിങ്ങളുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന കാഫിർ, മുസ്ലിങ്ങൾ സുരക്ഷ നൽകി ജീവിക്കുന്ന കാഫിറുകൾ, ഇവരൊക്കെ കഫൻ ചെയ്യലും മറവ് ചെയ്യലും നമുക്ക് നിർബന്ധമുണ്ട്, കുളിപ്പിക്കൽ നിർബന്ധമില്ലെങ്കിലും. എന്നാൽ ഈ കാഫിറുകളൊക്കെ കുളിപ്പിക്കൽ നമുക്ക് അനുവദനീയമാണ്. അങ്ങനെ കുളിപ്പിക്കൽ കൊണ്ട് അവരെ ആദരിക്കൽ ഇവർക്ക് ഉദ്ദേശമില്ലെങ്കിൽ അവരെ ബഹുമാനിക്കലും, അങ്ങനെ ആദരിക്കലും ബഹുമാനിക്കലും ഒക്കെ ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഹറാമാണ്. ചിലപ്പോ അത് കുഫ്ർ വരെ ആവാം. തുഹ്ഫ ശർവാനി സഹിതം 3159. അതുപോലെ വലാ യജൂസു ദഫ്നു മുസ്ലിമിൻ ഫീ മഖ്ബറത്തിൽ കുഫാർ, കുഫാറുകളുടെ ശ്മശാനത്തിൽ മുസ്ലിമിനെ മറവ് ചെയ്യൽ അനുവദനീയമല്ല. വല അക്സുഹു, മുസ്ലിങ്ങളുടെ ശ്മശാനത്തിൽ കുഫാറുകളെയും. അപ്പോ മുർത്തദായ ആളുകളാണെങ്കിൽ അവരെ മുസ്ലിങ്ങളുടെ ശ്മശാനത്തിൽ മറവ് ചെയ്യൽ ഹറാമാണ്. ശർവാനി 3193.